ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ദിവസമായില്ലേ ജനറൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊരു വാഷി ടേപ്പ് ഞങ്ങളുടെ ആക്കാൻ വിചാരിച്ചു. ഒരു 1.5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ ചാർട്ട് പേപ്പർ നീളനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഗ്രീൻ തീം വാഷി ടേപ്പ് സെറ്റാണ് ഉണ്ടാക്കണം. അപ്പോൾ ഡാർക്ക് ഗ്രീൻ പെയിൻറ്റില്ലേ, അതിൽ ഒരു ഇത്തിരി ബ്രൗണും പിന്നെ ഒരു ഇത്തിരി വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒലീവ് ഗ്രീൻ കളർ കിട്ടും. അതിൽ തന്നെ ഒരു ഇത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട് അടുത്ത സ്ട്രിപ്പ് അടിക്കുക, പിന്നെയും വെള്ളം മിക്സ് ചെയ്തിട്ട് അടുത്ത സ്ട്രിപ്പ് അടിക്കുക, അങ്ങനെ നീണ്ടു പോട്ടെ. ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്ട്രിപ്സും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലും ഓരോ ഡിസൈൻസ് വരച്ച് കൊടുക്കാം. ആദ്യത്തിൽ ഞാനൊരു പോൾക്ക ഡോട്ട്സ് ആണ് വരച്ച് കൊടുക്കുന്നത്, അതായത് ഗ്രീനിൽ വൈറ്റ് ഡോട്ട്. സെക്കൻഡ് സ്ട്രിപ്പിൽ ഞാനിങ്ങനെ വരകളാണ് വരച്ച് കൊടുക്കുന്നത്, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക്, അതും വൈറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യണത്. അതും സെറ്റായിട്ടുണ്ട്. ഇനി തേർഡ് സ്ട്രിപ്പിൽ നമ്മുടെ സ്ഥിരം ഗ്രിഡ് ലൈൻസ് ആണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് മിക്സ് ചെയ്ത ഒലീവ് ഗ്രീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് വരക്കണത്. ചെറിയ ചെറിയ വളവൊക്കെ ഉണ്ട്, സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അതും സെറ്റാണ്. ഇനി നമ്മുടെ ഫോർത്ത് സ്ട്രിപ്പിൽ ഞാൻ ക്ലൗഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് പച്ച ക്ലൗഡായിപ്പോയി, സാരില്ല. ഇത് അവിടെ ഇവിടെ ഒക്കെ വരച്ച് കൊടുത്തിട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതും സെറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് സ്ട്രിപ്പ് ഞാൻ 2.5 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കളേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങോട്ട് വരച്ച് കൊടുക്കുക. രണ്ടെണ്ണം കൂടി ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു ഐവറി ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒന്നുമില്ലടോ, ജസ്റ്റ് ആ മറ്റേ റിങ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അതും ഇങ്ങനെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് എൻഡ്സും കൂടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക, അപ്പോൾ ഒരു കുഞ്ഞ് വള കിട്ടും. ഇനി അതും ഒരു ഇത്തിരി ഫെവിക്കോൾ തേച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എൻഡ് ഒട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് റോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ പറയണമെന്നില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. ഇനി വേറൊരു കുഞ്ഞ് സ്ട്രിപ്പ് എടുത്തിട്ട് അത് ഒന്ന് വാഷി ടേപ്പിൻ്റെ ചുറ്റും റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് എൻഡ്സും ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു അഡ്ജസ്റ്ററായിട്ട്, നമ്മൾ സ്റ്റിക്കി ആയിട്ടുള്ള വാഷി ടേപ്പ് അല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നോളും, ഈ പാമ്പിനെ പോലെ ഇഴഞ്ഞ് നടക്കുന്നില്ല. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബാക്കി എല്ലാ വാഷി ടേപ്പും ചെയ്തെടുക്കുക. കണ്ടില്ലേ ലുക്ക്? കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ലുക്കൊക്കെ ഇല്ലേ, ഉണ്ടോ? ഇതുപോലെ പല കളേഴ്സും ചെയ്തെടുക്കുക, എന്നിട്ടൊരു കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ചറപറാന്ന് അങ്ങോട്ട് ഒട്ടിക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന എനിക്കറിയാം.